ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒന്നെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പൊടിമാസ് ഉണ്ടാക്കും. ഇനി അതൊക്കെ മറന്നോളൂട്ടാ. ഇന്ന് ബാക്കി വന്ന ഇഡ്ഡലി വെച്ച് ഒരു കിഡിലൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണേ. ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ച് അത് വെച്ചിട്ടാണ് റെസിപ്പി റെഡിയാക്കണത്. നിങ്ങൾ ബാക്കി വന്ന ഇഡ്ഡലിയിൽ ചെയ്താൽ മതി. വെള്ളം നല്ലോണം തിളച്ചു ഇഡ്ഡലി വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവുമ്പോഴേക്ക് നമുക്കൊരു മിക്സ് റെഡിയാക്കി വെക്കാം. 1/4 കപ്പ് കടലമാവ് എടുത്ത് ഒരു ബൗളിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് ചേർക്കുന്നുണ്ട് ഞാൻ. വെള്ളം ചേർത്ത് ഇത് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസ് ആവണ്ട കേട്ടോ, കുറേശ്ശെ കട്ടിയിൽ തന്നെ കലക്കിയെടുത്തോളൂ. പാകത്തിനാണ് കേട്ടോ കലക്കി എടുത്തേക്കണേ. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയിലും അല്ല. ഇനി ഇത് മാറ്റി വെക്കാം. 2-3 സാധനം നമുക്ക് ഇടിച്ചെടുക്കാം. ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, ഇതൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കണേ പച്ചമുളകും വേപ്പിലയും മല്ലിയിലയുടെയും മിക്സ് ചേർക്കുന്നുണ്ട്. എണ്ണയിൽ ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ മസാല നല്ലോണം പിടിക്കണം കേട്ടോ. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങിൽ മിക്സ് നല്ലോണം പിടിച്ചു. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇഡ്ഡലി നല്ലോണം തണുത്തു. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മസാല നല്ലോണം തണുത്തുണ്ട് കേട്ടോ. റെഡിയാക്കി വെച്ചേക്കണ ഇഡ്ഡലിയുടെ ഒരു ഭാഗം നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം വെച്ചോളൂ കേട്ടോ. മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഇഡ്ഡലിയിലും നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കടലമാവിൻ്റെ മിക്സില്ലേ, അതിൽ ഓരോന്ന് മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം. മൂന്നെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തു വിട്ടാൽ വെറൈറ്റി ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. വലിയവർക്കായാലും കുട്ടീസിനൊക്കെ ആയാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.